നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൃത്യൂസ് ചാനൽ. മാരുതിയുടെ എക്സ്പ്രസോ എന്ന് പറയുന്ന വാഹനത്തിൽ ഒരുപാടധികം കസ്റ്റമൈസേഷനുമായിട്ടാണ് മാരുതി വാഹനം ഇറക്കിയിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാരുതി എക്സ്പ്രസോയിൽ നിർബന്ധമായും ഫിക്സ് ചെയ്തിരിക്കേണ്ട കുറച്ച് ആക്സസറീസിനെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആക്സസറീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൈസ് മേ വേരി ഫ്രം ഡീലർഷിപ്പ് ടു ഡീലർഷിപ്പ്. ഞാൻ ഇവിടുത്തെ കണ്ണൂരിലെ പ്രൈസാണ് പറയുന്നത്. സോ ഫ്രണ്ട് ഗ്രിൽ ഗാർണിഷിലെ ഫ്രണ്ട് ക്രോം ഗ്രിൽ ഗാർണിഷ് 1600 രൂപയാണ് ഏകദേശം പ്രൈസ് വരുന്നത്. വളരെയധികം ലുക്ക് ഗ്രിൽ നൽകുന്നുണ്ട്. നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ഒരു ആക്സസറീസ് തന്നെയാണ്. അടുത്തത് DRലാണ്. DRയുടെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് കൂടി ഇവിടെ ഇടാം. നിങ്ങൾക്ക് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളും ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അടുത്തത് ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് ആണ്. 1600 രൂപയാണ് ഏകദേശം അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അത് ഒരു SUV ലുക്ക് വണ്ടിക്ക് നൽകുന്നുണ്ട്. അടുത്തത് ഡോർ വൈസറാണ്. 1200 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇതിന് റെയിൻ ഗാർഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തത് വീലാർ ക്ലാഡിംഗ് ആണ്. 5000 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. SUV ക്യാരക്ടർ വണ്ടിക്ക് നൽകുന്നുണ്ട്. അടുത്തത് ബോഡി ക്ലാഡിംഗ് ആണ്. ബോഡി ക്ലാഡിങ്ങിന് ഏകദേശം 4500 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ബാക്ക് ഡോർ ഗാർണിഷ് ആണ്. ഏകദേശം 1200 രൂപയാണ് ക്രോമിലുള്ള ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തത് റിയർ സ്കിഡ് പ്ലേറ്റ് ആണ്. റിയർ സ്കിഡ് പ്ലേറ്റിന് ഏകദേശം 1800 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അടുത്തത് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഇൻറ്റീരിയർ കിറ്റാണ്. വളരെയധികം ലുക്ക് നൽകുന്ന ഡോറിൻ്റെ മുകളിൽ വരുന്നൊരു കിറ്റാണ്. പിന്നെ സീറ്റ് കവേഴ്സിന് ഏകദേശം 6500 റുപ്പീസാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. സോ ഞാനിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ ആക്സറീസും മാരുതി ജെന്യൂൻ ആക്സറീസാണ്. ഒരുവിധം പറ്റുന്ന എല്ലാ ആക്സറീസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആക്സറീസ് ഉണ്ട്, ബട്ട് അവൈലബിലിറ്റി അനുസരിച്ചുള്ള ഏറ്റവും ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള കുറച്ച് ആക്സറീസിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ